ഹായ് ഓൾ. എല്ലാവർക്കും സുഖമാണോ? കുറച്ചധികം നാളായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്. എന്താ വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ആക്ച്വലി ഞാൻ ഓണം തൊട്ടേ ഞാൻ വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ടൈമോട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ വോയിസ് കുറച്ച് പ്രശ്നം വരും, കുറച്ച് സൗണ്ട് കയറി വരുമായിരിക്കും. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പം പിന്നെ വേറൊരു കാര്യം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, എൻ്റെ പുതുവത്സരാശംസകളും കൂടി. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മേ ബി ക്രിസ്മസോ ന്യൂ ഇയറോ ചിലപ്പം കഴിയും. അതിന് മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ ആക്ച്വലി പെട്ടെന്നൊരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത് VFAയുടെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ അതായത് ഇത് തൊട്ട് മുന്നേ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു VFA റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സജഷൻസ് ഒന്നുമില്ല, ഇന്ന ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള സജഷൻസ് ഒന്നും എനിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും. ആ ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല കേൾക്കുന്ന മറ്റൊരാൾക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന ഡിസ്ട്രിക്റ്റ് വെക്കണമെന്ന് സജഷൻസ് പറയാത്ത. എങ്കിലും ഒന്ന് രണ്ട് കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം VFA എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് സാലറി സ്കെയിൽ അങ്ങനെ കൂടുതലുള്ള, ബേസിക് പേ കൂടുതലുള്ള ഒരു പോസ്റ്റ് അല്ല. നമുക്കറിയാം 10th ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഡിസ്ട്രിക്റ്റ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ എന്താ പറയുക, അപ്പോയിൻമെൻറ്റ് വളരെ കുറഞ്ഞ, ഇപ്പോൾ LDC പോലെ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്ന ഒരു പോസ്റ്റ് അല്ല VFA എന്ന് പറയുന്നത്. ആദ്യം നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ തന്നെ എൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് ചൂസ് ചെയ്ത് പത്തനംതിട്ട. പിന്നെ ഞാൻ ഞാൻ VFAയുടെ സമയത്ത് എനിക്ക് തോന്നിയ കുറേ മണ്ടത്തരമാണ് ഞാൻ പോയി പത്തനംതിട്ട വെച്ചത്. ആക്ച്വലി മണ്ടത്തരം എന്ന് പറയാൻ വെച്ചാൽ, ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്ന ആ ജില്ലയിൽ കോമ്പീറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പക്ഷേ ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ അത് ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ. നമ്മൾ വിചാരിക്കും എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, എത്ര ദൂരമാണെങ്കിലും പോകാം അല്ലെങ്കിൽ നിൽക്കാം. ഓക്കെ, അങ്ങനെയാണ് ഞാനും അപ്ലൈ ചെയ്ത്. പക്ഷേ എപ്പോഴും കുറച്ച് വേക്കൻസി ഉള്ള ഡിസ്ട്രിക്റ്റ് നോക്കി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു സജഷൻ എനിക്കുണ്ട്. ഇപ്പം ഞാൻ വെച്ചത് പത്തനംതിട്ട ആയിരുന്നു. ഞാൻ ആക്ച്വലി ശരിക്കും പത്തനംതിട്ട വെക്കാൻ കാര്യം, എനിക്കറിയായിരുന്നു അവിടെ അപ്പോയിൻമെൻറ്റ്സ് കുറവാണെന്ന്. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ സ്റ്റോറി കേട്ടവർക്കറിയാം, ഞാൻ ആക്ച്വലി 2022 തൊട്ടാണ്. അതിൻ്റെ മുന്നേ എക്സാംസ് അപ്ലൈ ചെയ്യാറുണ്ട്. എന്താ പറയുക, ഒരുപാട് പഠിക്കത്തൊന്നുമില്ല, വെറുതെ പോയി അപ്ലൈ ചെയ്യും, ചിലപ്പം പോവും, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു 2022. അത് തൊട്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട്, അതായത് നല്ലോണം പഠിച്ചിട്ട് എക്സാം എഴുതുന്നത്. അതായത് 2022 ഞാൻ പഠിച്ചിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുള്ളയും ഇങ്ങനെ ഡിഗ്രി ലെവൽ പോസ്റ്റ് അങ്ങനെയൊന്നുമല്ല, അടുത്ത വരുന്ന LDC ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വന്നൊരു എക്സാം ആയിരുന്നു VFA എക്സാം. അപ്പോൾ എനിക്ക് VFA എക്സാമിന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? എൻ്റെ മുന്നിൽ LDC ക്രാക്ക് ചെയ്യുന്നതിന് മുന്നേ വരുന്ന ഒരു എക്സാം വൃത്തിക്ക് പഠിച്ച് അതിൻ്റെ ലിസ്റ്റിലോ ഈവൻ സപ്ലിയിലോ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന LDCയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ള ഇതിൽ പഠിച്ചു തുടങ്ങിയൊരു എക്സാമായിരുന്നു VFA. അപ്പം നിങ്ങളാണെങ്കിൽ തന്നെ ഇപ്പം എന്താ പറയുക, അടുത്ത LDC ലക്ഷ്യം വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? ശരിയല്ലേ? ഇപ്പം തന്നെ അടുത്ത LDC എന്ന് പറഞ്ഞ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പം LDC എന്ന് പറഞ്ഞിട്ട് LDCക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ടെൻഷൻസ് കൂടുതലായിരിക്കും. നമ്മൾ വേറെ ഏതെങ്കിലും ലിസ്റ്റിൽ വന്ന് നമ്മളൊന്ന് സേഫ് സോണിലാണെങ്കിൽ നമുക്കൊരു സമാധാനം, ഓക്കെ അടുത്ത ലിസ്റ്റ് എനിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ചിലർക്ക് കിട്ടാറുണ്ട്. അപ്പം നിങ്ങൾ ഇനിയിപ്പം ഈ VFAക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സാംസ് ഉണ്ട്, LGSൻ്റെ എക്സാംസ് ഉണ്ട്, VFA ഉണ്ട്, BIFCO LD ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് LDC എഴുതാൻ പോകുമ്പോൾ അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരിക്കത്തില്ല. ഓൾറെഡി നിങ്ങൾ
അതിൻ്റെ മുന്നേ ഉള്ളൊരു ട്രയൽ ഡോസായിട്ട് കണ്ടാൽ മതി ഇതിന്. ഓക്കെ ഇത് കിട്ടുകയാണ്, ഓക്കെ ഇത് കിട്ടട്ടെ, അത് LDC വരുമ്പോൾ ഓക്കെ അത് കിട്ടട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ ബേസിക്കലി ഞാൻ എഴുതി ക്വാളിഫൈ ചെയ്ത് എക്സാംസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ അപ്പം പിന്നെ ഇനി VFA ഡിസ്ട്രിക്റ്റ് കൊടുക്കാത്ത, എനിക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി കൊടുക്കാത്തവരാണെങ്കിലും കൊടുക്കുമ്പോൾ കുറച്ച് വേക്കൻസി ഉള്ള നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും കയറി നോക്കി കാണും. നമുക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം ഞാനും കയറി നോക്കിയായിരുന്നു. ഞാനിങ്ങനെ ടോട്ടൽ അഡ്വൈസ് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ടോട്ടൽ അഡ്വൈസ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചധികം കാണിക്കും. ഞാനെപ്പോഴും OC-യാണ് നോക്കുന്നത്. ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് കുറച്ച് വേക്കൻസി പോയിട്ടുണ്ട്. കൊല്ലം അത്രയ്ക്കും പോയിട്ടൊന്നുമില്ല. പത്തനംതിട്ട പോയിട്ടേ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റാങ്ക് 116 ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ അതിൽ നിന്ന് എനിക്ക് അഡ്വൈസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പ്രതീക്ഷയുമില്ല. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അഡ്വൈസ് ഭയങ്കര കുറവായിരുന്നു. ആലപ്പുഴ അഡ്വൈസ് മീൻസ് OC പോയിരിക്കുന്ന കുറവാണ്. 100 എബോവ് പോയിട്ടില്ല. ഇടുക്കി 100 എബോവ് പോയിട്ടില്ല. അപ്പോൾ 100 എബോവ് പോയ കുറച്ച് ഡിസ്ട്രിക്റ്റ് നമ്മളെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം അങ്ങനത്തെ ഡിസ്ട്രിക്ട്സിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി പോയേക്കുന്നത്. അപ്പം നമ്മളത് ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ വേക്കൻസിയും കൂടി നോക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, അവിടെ പോയി ജോലി ചെയ്തു, അവിടുത്തെ റെൻറ്റും ഒക്കെ കൊടുത്തു നമുക്ക് വല്ലതും കിട്ടുമെന്നൊക്കെ നോക്കണമല്ലോ. അപ്പം അങ്ങനെയും കൂടി നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ കഴിഞ്ഞ തവണ VFAയുടെ എക്സാംസ് വലിയ കുഴപ്പമുള്ള എക്സാംസ് ഒന്നും ആയിരുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ക്രിസ്മസ്, ഇനി അടുത്ത ന്യൂ ഇയർ സെലിബ്രേഷൻ, അങ്ങനെ ഓരോ സെലിബ്രേഷൻസൊക്കെ വരും. അതൊന്നും കാര്യമാക്കാതെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കാരണം എനിക്കും ഒരു 2022 തൊട്ട് 2024 സെപ്റ്റംബർ വരെയുള്ള സമയത്ത്, ആ ഒരു സമയത്ത് വരെ എനിക്ക് സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ മൊത്തം എങ്ങനെയെങ്കിലും അടുത്ത എക്സാം ക്രാക്ക് ചെയ്യണം, എൻ്റെ എന്താ പറയുക, എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലാക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഓരോന്നോരധികം നടത്തിക്കൊണ്ടുവരുന്നു. അപ്പം നിങ്ങളാണെങ്കിലും ഒട്ടും ആഘോഷിക്കേണ്ട അങ്ങനെയൊന്നുമല്ല. ആ ഒരു ആഘോഷത്തിലോട്ടങ്ങ് ഇറങ്ങിപ്പോകാതെ നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ എക്സാംസ്, ഇപ്പം നിങ്ങൾക്ക് ഈ വർഷം നല്ലോണം എക്സാംസ് എഴുതിയത്, ഈ വരാൻ പോകുന്നൊരു വർഷം നിങ്ങൾക്ക് നല്ലോണം എക്സാംസ് ഒക്കെ എഴുതി എന്താ പറയുക, അതിൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നല്ല ഉയർന്ന റാങ്കിലൊക്കെ എത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മുടെ കുറച്ച് സമയം എന്നല്ല, നല്ലൊരു സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി നന്നായിട്ട് ഓരോ എക്സാംസിനും ഇപ്പോൾ വരുന്ന LGS. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു ഡൗട്ടല്ല, ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി എന്ന് വിളിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ, എല്ലാവരും മിക്കവരും ചേച്ചി എന്ന് വിളിക്കുന്നത്, മെയിൽ അയച്ച കുട്ടികളാണ്. അപ്പോൾ അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് എന്താ പറയുക 10th ലെവലിൽ വരുന്ന എന്താ പറയുക ഈ VFA ആണെങ്കിലും അതുപോലെ BIPCO LD ആണെങ്കിലും അതിനേക്കാൾ ഞാൻ LGS മാത്രം ഫോക്കസ് ചെയ്യട്ടെ, LGS മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു എന്താ പറയുക മണ്ടൻ തീരുമാനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ മണ്ടൻ തീരുമാനം വെച്ച് കുറ്റം പറയുന്നില്ല. നിങ്ങളൊരു ഒറ്റ എക്സാം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊരു ഒറ്റ എക്സാംസ്, അതായത് LGS മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത്, നിങ്ങളുടെ ചുറ്റും കുറേ ഇതുണ്ട്, പക്ഷെ നിങ്ങൾ ആ എന്താ പറയുക എല്ലാം കൊണ്ട് നിങ്ങളുടെ എഫേർട്ട് ഫുള്ള് ആ LGS എക്സാംസിന് വേണ്ടി മാത്രം ഇടുമ്പോഴത്തേക്ക് ആ എക്സാംസ് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ആരുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആ പിന്നെ ആ ഒരു ടെൻഷനായിരിക്കും, നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ, ഈവൻ എഴുതിയാൽ തന്നെ നമുക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള ടെൻഷൻ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പറ്റുന്ന കുട്ടികളുണ്ടായിരിക്കും. എന്നാലും ഞാൻ പറയുക, ഇപ്പം നിങ്ങൾക്ക് LGSൽ കമ്പനി ബോർഡ് LGSൽ എന്താ പറയുക ഇംഗ്ലീഷ് അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ല, പക്ഷേ അത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഇംഗ്ലീഷും നിങ്ങളുടെ മലയാളമൊക്കെ ഒഴിവാക്കി നിങ്ങൾ പഠിച്ചു, അതായത് GKയും മാത്സും മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒറ്റ എക്സാമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എന്താ പറയുക ഇംഗ്ലീഷും മാത്സും മലയാളവും കൂടി നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീരീസ് ഓഫ് എക്സാംസ് ഉണ്ട്, അത് ഫുള്ള് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അങ്ങനൊരു തീരുമാനം എടുത്ത് എന്താ പറയുക അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്. ഞാൻ എന്നോട് പറഞ്ഞ കുട്ടികളോടൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പലർക്കും അത് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് ഓക്കെ അവരുടെ ചിലരുടെ മനസ്സിൽ അങ്ങനങ്ങ് എന്താ പറയുക അങ്ങ് ഭയങ്കര ഡീപ്പായിട്ട് ഓക്കെ എനിക്കിങ്ങനെ പഠിച്ചാൽ എനിക്ക് LGS ഉറപ്പായിട്ടും കിട്ടും, അപ്പം
എല്ലാവരും എന്താ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത്, കോമ്പറ്റീഷൻ. ഇത് മാത്രം, ഇത് ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് LGSൽ കോമ്പറ്റീഷൻ കുറവും അങ്ങോട്ട് ബാക്കി എക്സാംസിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പക്ഷേ ആക്ച്വലി എനിക്ക് മനസ്സിലായ കാര്യം LGS നല്ല രീതി കോമ്പറ്റീഷനാണ്, നല്ല കോമ്പറ്റീഷനാണ്. ഞാനും നിങ്ങളെപ്പോലെ ഇപ്പം ഈ തൊട്ട് മുന്നത്തെ കമ്പനിയോട് LGS ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആക്ച്വലി ഇങ്ങനെ പ്രിലിംസ് പല സ്റ്റേജ് ആയിരുന്നു. എഴുതിയപ്പോഴും എനിക്കറിയാം എൻ്റെ സ്റ്റേജ് കുറച്ച് ടഫായിരുന്നു. പക്ഷേ ആ നോർമലൈസേഷൻ എനിക്ക് അനുയോജ്യമായിട്ട് വന്നില്ല. അപ്പോൾ എനിക്കതിൻ്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായിരുന്നു. കാരണം നിങ്ങളെപ്പോലെ പഠിച്ച സമയത്ത് എനിക്കും എൻ്റെ മനസ്സിൽ ഇതേ സെയിം ചിന്ത. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷും എന്താ പറയുക മലയാളം പഠിക്കാൻ എടുക്കുന്ന സമയം കൂടെ എനിക്ക് GK പഠിക്കാൻ കൊണ്ടുവന്നിട്ട് തകർത്ത് മരിച്ച് പഠിച്ച് എനിക്ക് ഉറപ്പായിട്ട് LGS എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത എൻ്റെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണമെന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ നിന്നൊരു സ്റ്റേജ് എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളങ്ങനെ ചെയ്യരുത്. ആക്ച്വലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തൊന്നും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് LDC എക്സാംസ് വരുന്നുണ്ട്. അപ്പം ആ LDC എക്സാംസിനെയൊക്കെ മുന്നേ ഉള്ള ഒരു ട്രയൽ, ഇത് നന്നായിട്ട് പഠിച്ച് ഇതിൻ്റെ ലിസ്റ്റിൽ വന്നു, അടുത്ത LDC വരുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ടോപ്പ് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ LGSന് മാത്രം ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. എൻ്റെ ഒരു അഭിപ്രായവും ഒരു അപേക്ഷയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. കാരണം ഞാൻ ആ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയതുകൊണ്ടാണ് കേട്ടോ എനിക്കത് പറയാൻ പറ്റുന്നത്. അപ്പം പിന്നെ വേറെ ഒരു കാര്യം, ഇപ്പോഴും ചില കുട്ടികളെങ്കിലും ഓയോ ഇത്രയും നോട്ടിഫിക്കേഷൻ വന്നു ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ സ്വയം ഇപ്പം തീരുമാനിച്ചാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ നിങ്ങളിൽ പലരുടെ, ഇപ്പോൾ എന്നോട് പലരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, എൻ്റെ കുറച്ചധികം ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈവൻ എനിക്ക് കിട്ടിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോൾ ഇവർക്കൊക്കെ ഒരു കൺഫ്യൂഷനാണ്, പഠിച്ചാൽ കിട്ടുമോ. അത് ആദ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ, ഈ ഒരു PSC ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാത്സ് ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു. അപ്പം എന്നിട്ടും എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര 100% സത്യം പറയാമല്ലോ, എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടുമെന്ന കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല, പക്ഷേ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, നമ്മൾ പഠിക്കാതിരിക്കുമ്പം നമുക്ക് കൂടുതലും നെഗറ്റീവ് വാർത്തകൾ കേൾക്കും. ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി. ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ എപ്പോഴും എല്ലാ വർഷവും, നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല, എല്ലാ വർഷവും ഒരു ഗ്രൂപ്പുകളിലൊക്കെ ഒരു പേപ്പർ കട്ടിങ് ഇങ്ങനെ സ്പ്രെഡാവും. പെൻഷൻ പ്രായം കൂട്ടാൻ പോവുക, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി വരുന്നു, അപ്പോയിൻമെൻറ്റ്സ് മരവിപ്പിക്കാൻ പോവാം. അങ്ങനത്തെ ഈ സാധനം കാണുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മുടെ എല്ലാം മൂട് പോകും. പക്ഷേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ. അപ്പം ഞാൻ അതോർത്ത് മിണ്ടായിരിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ പഠിച്ചാൽ മതി, അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അവർ അപ്പോയിൻമെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാതിരിക്കുകയോ പെൻഷൻ പ്രായം കൂട്ടും, ഇതോർത്ത് നമ്മൾ തല പുകച്ചിട്ടോ നമ്മളതോർത്ത് വിഷമിച്ചിട്ടോ കാര്യമില്ല. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല. അപ്പം നമ്മുടെ കയ്യിലിരിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ഇട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്യുക എന്ന് എപ്പോഴും ചേട്ടൻ എന്നോട് പറയും. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള വേറെ അഡ്വൈസ്, അത് എനിക്ക് കിട്ടിയ അഡ്വൈസാണ്. അതായത് ഇപ്പം എനിക്ക് ഒരു എക്സാം എഴുതിയപ്പം ഒരു 70 മാർക്സ് കിട്ടി, അടുത്ത കുട്ടിക്ക് 75 മാർക്സ് കിട്ടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ 72 മാർക്സ് കിട്ടിയെന്ന് വെച്ചോ. പക്ഷേ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ 75 ഓവർടേക്ക് ചെയ്യണം, മനസ്സിലായി, അങ്ങനത്തെ ചിന്തയായിരുന്നു. പക്ഷേ ചില ദിവസം എക്സാം എഴുതുമ്പം ആ കുട്ടിക്ക് ചിലപ്പോൾ 60, എനിക്ക് 65 ആയിരിക്കും മാർക്ക്. അപ്പോൾ ഓക്കെ, ഞാൻ ഹാപ്പിയായി, എനിക്ക് മാർക്ക് കിട്ടിയല്ലോ. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ വേറൊരാളോട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് എഴുതി, നമുക്ക് ഇത്ര മാർക്ക് കിട്ടി, നാളെ നമ്മൾ എഴുതുമ്പോൾ ഇന്ന് നമുക്ക് വന്ന തെറ്റുകൾ നാളത്തെ എക്സാംസിന് ഒന്നി വരുത്താതിരിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ ഇന്നലെ തെറ്റിയ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി അടുത്ത ദിവസം ആ മാർക്ക് കൂട്ടാൻ നോക്കുക. അല്ലാതെ ഇന്നലെ തെറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തൊക്കെ ഞാൻ PYQ ചെയ്യുമ്പോൾ ഇന്ന് കുറച്ച് എഴുതും, 2-3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ PYQ പിന്നെയും ചെയ്യുമ്പോഴുണ്ടല്ലോ അന്ന് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് പിന്നെയും എനിക്ക് തെറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ പറയുക, നിങ്ങൾ എപ്പോഴും PYQ നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻ എടുത്ത് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ 100 ക്വസ്റ്റിനകത്ത് ഒരെണ്ണം പോലും നിങ്ങൾ ഇനി വരുന്ന എക്സാംസ് തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSC കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ തുറന്ന് പറയുക. കാരണം നമുക്ക് തെറ്റിയ സാധനം നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പഠിച്ച കാര്യം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, റിവിഷൻ നല്ലോണം ചെയ്യാം. ഇപ്പം ഞാനിത് വീണ്ടും ഈ ഒരു വീഡിയോ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞ കാര്യം വീണ്ടും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ കാര്യം നമ്മൾ നേരത്തെ കേട്ടിട്ട് അതങ്ങ് വിട്ട് കളയും. മനസ്സിലായി? ആദ്യത്തെ 1-2 ദിവസം നമ്മുടെ മനസ്സിൽ കാണും, പക്ഷെ നമ്മൾ വിട്ട് കളയും. അപ്പം ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും, എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച സബ്ജക്ട്സ് ഞാൻ അമ്മ പുകഴ്ത്തി പറയുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. എത്ര വട്ടം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും അത്രയും വട്ടം റിവൈസ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അത്രയും തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണെങ്കിൽ ഏത് സാധനം എനിക്കും. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾ നമ്മൾ പഠിച്ചോ ഇന്ന സബ്ജക്റ്റ് കവർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഞാനത് കവർ ചെയ്ത് അതെല്ലാം പഠിച്ചു. പക്ഷെ സത്യം പറയാമല്ലോ, എക്സാമിന് തലേന്നോ അന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു അത് ഞാൻ പഠിച്ചു എന്ന് പറയാൻ. മനസ്സിലായി? എൻ്റെ ഡൗട്ട് പഠിച്ചു എന്തുകൊണ്ടല്ല, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, അത് കറക്റ്റ് തിരിച്ച് എങ്ങനെ ചോദിച്ചാലും നമുക്കത് എഴുതാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ആ സാധനം പഠിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നൊരു കാര്യമുണ്ടല്ലോ, പ്രോപ്പർ മാനേജ്മെൻറ്റ്. ഈ പഠിത്ത കാര്യത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എക്സാമ്പിൾസ് പറയാൻ ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്ന പലരും റാങ്ക് ഫെയിൽ എടുത്ത് പഠിക്കുന്നു. ഇപ്പം ഞാൻ സത്യം പറയാം, ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഞാൻ സൈലത്തിൽ പോയതും എൻട്രിയിൽ പോയതും വൊക്കാബ്സിൻ്റെ അവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാൻ നമുക്ക് വേണം. ഞാൻ ഈ ക്ലാസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൽ നിന്ന് ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്, സത്യം പറയാം, ജെറിൻ സാറിൻ്റെ ക്ലാസ് ഞാൻ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും സാറ് യൂട്യൂബിൽ ഇടുന്ന ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, മാത്സ് സ്ട്രോങ് അല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. ആ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിന് ബേസ് കൊടുത്ത് അത് സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആയിട്ടുള്ള ആൾ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ സ്ട്രോങ് ആയിട്ട് നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അതൊരു പോയിന്റാണ്. അപ്പം നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ട്രോങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. മനസ്സിലായി? എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, ഞാൻ ചെയ്തൊരു മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഹിസ്റ്ററി അറിയാം. മനസ്സിലായോ? പിന്നെ ഞാൻ ജോഗ്രഫി ആയിരുന്നു എൻ്റെ സബ്ജക്ട്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോഗ്രഫി കുഴപ്പമില്ലാതൊക്കെ, ഭയങ്കരമായിട്ട് അറിയത്തില്ല, കുഴപ്പമില്ലാതെ അറിയാം. മനസ്സിലായോ? പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങി എന്താ ചെയ്യുന്നറിയോ, വലിയ റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് അതിൽ ഹിസ്റ്ററി വായിക്കാൻ തുടങ്ങും. ഒന്നെങ്കിലും 8057 വോൾട്ട് അവിടെ തൊട്ടൊന്ന് വായിച്ച്, മറ്റേ രാജാറാം എപ്പോഴും സ്ഥിരം എൻ്റെ ടോപ്പിക്സാണ്. 8057 തൊട്ട് രാജാറാം മോഹൻ റോയ്, അങ്ങനത്തെ, പിന്നെ ദയാനന്ദ സരസ്വതി, അതെല്ലാം. അപ്പോൾ ആ ഏരിയാസ് എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും പഠിക്കാൻ തുടങ്ങുന്ന എവിടെ നിന്നറിയാൻ തുടങ്ങുന്നത്, നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫിസിയോഗ്രഫി, ഹിമാലയാസ്, അത് ഇത് അങ്ങനെ പഠിച്ച് റിവേഴ്സ് എത്ര പഠിച്ചാലും ഇത് ഓർത്തിരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വരച്ച് പഠിച്ചെന്നൊക്കെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഞാൻ ജോഗ്രഫി ആയിട്ട് പോലും എക്സാം ഹോളിൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഞാനിങ്ങനെ ചില സബ്ജക്റ്റ് പഠിച്ച് കിട്ടിയിട്ട് ഓർഡറിൽ പറയാനൊക്കെ നോക്കും. പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ജോഗ്രഫി. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ പഠിക്കും. പക്ഷെ അപ്പോൾ എൻ്റെ സമയം മൊത്തം ഇതിനൊക്കെ പോകും. ഞാൻ ലിസ്റ്റിൽ വരാതിരുന്ന പണ്ടൊക്കെ ഞാൻ എഴുതുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ കാണിച്ച മണ്ടത്തരങ്ങളാണിത്. എനിക്ക് ബേസിക്കലി എനിക്കറിയാം, ഹിസ്റ്ററിയും ജോഗ്രഫി എനിക്കറിയാം. എന്നിട്ട് പോലും ഞാൻ അവിടെ പോയി കിടന്ന് മറിയും, ബാക്കി സബ്ജക്ട്സ് നോക്കത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ LDCയും VFA പഠിക്കാൻ തോന്നിയ സമയത്ത് ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫി സൈഡിലോട്ടങ്ങ് മാറ്റി. മനസ്സിലായോ? കാരണം അതും എനിക്ക് പണിയിട്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അതാ പറഞ്ഞു, നിങ്ങൾ സ്ട്രോങ്. അപ്പോൾ എനിക്ക് സ്ട്രോങ് അതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ 2 സബ്ജക്റ്റും ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ബാക്കി സബ്ജക്റ്റ്, നമ്മുടെ ആക്ട്സും ഇംഗ്ലീഷും മാത്സും ബാക്കി എല്ലാ സബ്ജക്റ്റും CAയും അങ്ങനത്തെ സബ്ജക്ട്സ് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ എന്ത് പറ്റി, എക്സാം അടുത്ത സമയത്താണ് ഞാൻ തട്ടിപ്പത്തി നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് ഹിസ്റ്ററി കിട്ടുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമ്മുടെ പ്രൊക്ലമേഷൻ ഉണ്ടല്ലേ, അങ്ങനെ സാധനം അത് ആരാ കൊണ്ടുവന്നേ, അങ്ങനെ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് 8057 നടന്ന സമയത്ത് ഇങ്ങനെ ഗവർണേഴ്സ് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ, അതൊന്നും എനിക്ക് പറ്റുന്നതേ ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, നമ്മൾ വീക്ക് സബ്ജക്റ്റ് തേടി പോകുമ്പോൾ നമ്മുടെ സ്ട്രോങ് സബ്ജക്ട്സ്
കളയാൻ നോക്കാം. പിന്നെ വേറൊരു ഞാൻ ഈ ഒരു വീഡിയോ ഇനി എന്ന് ചെയ്യുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ കമൻസ് റെസ്പോൺസ് നോക്കിയിട്ട് പറയാം. അതുപോലെ എന്നും ഞാൻ വന്നിരുന്ന് എന്ത് മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാനാ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഓക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളല്ലോ. വേറൊരു കാര്യം ഞാൻ പറയാം. അപ്പം എനിക്ക് പഠിച്ചുകൊടുക്കുന്ന സമയത്ത് ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഇത് പഠിക്കണോ വേണ്ടയോന്നും. അപ്പോൾ എനിക്കറിയാവുന്ന ഇപ്പം വർക്ക് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് അവർക്ക് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും നന്നായിട്ട് പഠിച്ച ആൾക്കാരുണ്ട്, പഠിക്കുന്നത് നോക്കാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരെന്നോട് പറയാം അവർ നോക്കാറില്ല. പക്ഷെ ഒരാൾ എന്നോട് പറയുമായിരുന്നു, ഒരാളെ അയാൾ ജോലി കയറി, പക്ഷെ ജോലി കയറി വേറെ കുറേ ആൾക്കാരുണ്ട്, അവരും ഇത് സാധനങ്ങളൊന്നും നോക്കാതെ ജോലി കയറിയവരാ. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം എന്നോട് പറയുമായിരുന്നു ആൾ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും എനിക്കൊന്നും അല്ല ഒരെണ്ണം നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് റാങ്ക് ഫയൽ വിട്ടൊരു കളിയില്ലായിരുന്നു. റാങ്ക് ഫയൽ SCRT വിട്ട് എനിക്ക് യാതൊരുവിധ കളിയില്ലായിരുന്നു. അതിനപ്പുറം ഞാൻ പോയത് എൻട്രിയുടെ മോക്ക് ടെസ്റ്റും നമ്മുടെ വൊക്കാബ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലോസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ പദ്ധതികൾ അങ്ങനത്തെ വൊക്കാബ്സിൻ്റെ കുറച്ച് PDF, പിന്നെ വൊക്കാബ്സിൻ്റെ കറണ്ട് അഫയേഴ്സ്, ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ റാങ്ക് ഫയലിന് പുറത്ത് പോയത്. അതായത് റാങ്ക് ഫയൽ എനിക്ക് റാങ്ക് ഫയൽ ഇല്ലാതെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അവിടെ റാങ്ക് ഫയൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൂടാതെ എൻട്രിയുടെ മോക്ക് ടെസ്റ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എൻട്രിയുടെ എല്ലാ ദിവസത്തെയും മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്യുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എൻട്രിയുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് നമ്മുടെ റാങ്ക് ഇടും. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷനാണ്, എത്ര റാങ്ക് വരും. അപ്പോൾ ആ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വൊക്കാബ്സിൻ്റെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ റാങ്ക് ഫയലിന് പുറമെ ഉപയോഗിച്ചത്. അപ്പം എനിക്ക് പറയാനുള്ള തൊഴിൽ വാർത്തയുടെ കാര്യം. അപ്പം വൊക്കാബ്സിൽ എക്സാംസ് ഇടും, നിങ്ങൾക്കറിയാം. ഇപ്പോഴും ഉണ്ടായി ടെലിഗ്രാമിൽ. ഇപ്പം ഞാൻ കയറി നോക്കാറില്ല. അപ്പം എക്സാംസ് ഇടുമ്പോഴുണ്ടല്ലോ ഈ തൊഴിൽ വാർത്തയുടെ എക്സാം ഉണ്ട് 2 ദിവസമാണോ തൊഴിൽ വീതിയുടെ എക്സാമുണ്ട്. സത്യം പറയാമല്ലോ, എനിക്ക് പണ്ടേ തൊഴിൽ വാർത്തയും തൊഴിൽ വീതി എനിക്ക് അങ്ങോട്ട് ശരിയാവത്തില്ല. അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതൊക്കെ ചിലർ പറയാറുണ്ട്, പക്ഷേ എനിക്കത് പഠിക്കാനേ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ടെൻഷൻ ചിലപ്പോൾ ഈ റാങ്ക് കിട്ടിയവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമല്ല. ചിലർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആ ചിലർക്ക് ഒരാൾക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ തൊഴിൽ വാർത്ത ഞാൻ മേടിക്കും. അങ്ങനെ ഞാൻ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു, തൊഴിൽ വാർത്തയുടെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്തു. അത് കൂടാതെ ഈ പത്രക്കാരുടെ അടുത്തല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് അയച്ച് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, തുറന്നു പോലും നോക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് തൊഴിൽ വാർത്തയും തൊഴിൽ വീതി പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ VFAയുടെ സമയത്താണെങ്കിലും LDCയുടെ സമയത്താണെങ്കിലും എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഏതോ എക്സാംസിനൊക്കെ ആരൊക്കെയും ഗ്രൂപ്പ് ഇട്ടു, തൊഴിൽ വാർത്തയ്ക്കകത്ത് ഏതോ ആ ആഴ്ചയിൽ ഇട്ട ക്വസ്റ്റ്യൻസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടു. അപ്പോൾ അത് ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. റാങ്ക് ഫയൽ ഇല്ലായിരുന്നു എന്തായാലും. അപ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. എന്നിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കങ്ങ് ടെൻഷൻ. ഇപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ പയ്യെ തൊഴിൽ വാർത്ത നോക്കണം, പക്ഷേ ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം ഞാൻ പൂർണ്ണമായിട്ട് ഇതിന് ഉപേക്ഷിച്ചു. പക്ഷേ ഉണ്ടല്ലോ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് എക്സാംസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, തൊഴിൽ വാർത്ത ഇതിൽ വായിച്ചു കല്ലേ കാണാത്ത ആൾക്കാർ കാണത്തില്ല. അപ്പോൾ അതിലുണ്ടല്ലോ ക്വസ്റ്റ്യൻ ഇടും, ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഇടുമല്ലോ, അതിനകത്തൊരു കട്ട് ഓഫും കാണും. ഈ LDCയുടെ അവസാനം വരെ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് എഴുതാൻ കാര്യം വേറൊന്നുമല്ല, വൊക്കാബ്സിൽ ആ സമയത്ത് ഇങ്ങനെ എല്ലാ ദിവസവും PYQ ഇടുമായിരുന്നു. PYQ ഇടാത്തതൊക്കെ 2 ദിവസമാണെന്ന് തോന്നുന്നു. തൊഴിൽ വീതിയിലെയും തൊഴിൽ വാർത്തയിലെയും മോക്ക് ടെസ്റ്റ് ഇടുമായിരുന്നു. അപ്പോൾ ഈ കട്ട് ഓഫും സത്യം പറയാമല്ലോ, ഈവൻ ഒരു തവണ പോലും ഞാൻ തൊഴിൽ വാർത്തയിലെയും തൊഴിൽ വീതിയിലെയും കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അതായത് അത് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അതിലും എനിക്ക് തോന്നുന്നു ഞാൻ 80 മാർക്ക് അറ്റൻഡ് ചെയ്യത്തുള്ളൂ. ബാക്കി 20 മാർക്കിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, ആ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് അത് ചിലപ്പോൾ 15-16 കിട്ടുന്നവരുണ്ട്. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ വാർത്തയിൽ കറണ്ട് അഫയേഴ്സ് അവർ എല്ലാ ആഴ്ചയിലും അങ്ങനെ കൊടുക്കുമല്ലോ. അത് പഠിച്ചവർക്ക് ഈ മോക്ക് ടെസ്റ്റിൽ വരുമ്പോൾ ആ കറണ്ട് അഫയേഴ്സ് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കത് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ എനിക്കുണ്ടല്ലോ കിട്ടത്തില്ല. എനിക്ക് കൂടിപ്പോയി 1-2 കറണ്ട് അഫയേഴ്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയും, ആ 80 വരെ ഞാൻ എഴുതുള്ളൂ. പിന്നെ 20 കറണ്ട് അഫയേഴ്സ് ഞാൻ ചിലപ്പം പഠിക്കും, ചിലപ്പോൾ പഠിക്കത്തില്ല. ആണ് എനിക്കറിയാം വൊക്കാബ്സിൽ അതൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതും പഠിക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു വട്ടം പോലും ഞാൻ എന്താ പറയുക അതിൻ്റെ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അവരിടുന്നത്. പക്ഷേ റിയൽ എക്സാം വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടി. അങ്ങനെ പറയുന്നതല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ടെൻഷനുള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഏതാണോ അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്, പക്ഷേ നിങ്ങൾ 10th ലെവലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ SCRT. മനസ്സിലായോ?
ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി ഏതാണെങ്കിലും. ഇപ്പം ഞാനായിരുന്നുവെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യയുടെ റാങ്ക് ഫയലും പുതിയ റാങ്ക് ഫയൽ മേടിക്കാൻ ഞാൻ പോകത്തില്ലായിരുന്നു. ആ റാങ്ക് ഫയലും പിന്നെ SCRT ഇത് മാത്രമേ ഞാൻ നോക്കത്തുള്ളായിരുന്നു. അല്ല പുതിയ ഇതും വീണ്ടും മേടിക്കത്തില്ലായിരുന്നു. ആ നമ്മൾ പഠിച്ച് പഴകിയ റാങ്ക് ഫയലും പിന്നെ SCRT എനിക്ക് എപ്പോഴും സജഷൻസ് എനിക്ക് നിങ്ങൾ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് അത് റെഡ്യൂസ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്തിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഇപ്പോഴത്തെ SCRT എന്ന് പറയുമ്പോൾ കുറച്ച് എനിക്ക് ഓർക്കാൻ വയ്യ. എപ്പോഴത്തെ SCRT പഴയതിനേക്കാൾ ബാക്കിയെല്ലാം എനിക്കറിയത്തില്ല. ജോഗ്രഫി ഇത്തിരി ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇത്രയും കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വീണ്ടും എനിക്കിങ്ങനെ എല്ലാ ദിവസവും വന്ന് ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങളുടെ സത്യം പറഞ്ഞാൽ ബേസിക്കലി അതാണ്. ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ വേറൊരു കാര്യം, ഇങ്ങനെ വീഡിയോസ് ഇടുമ്പം ചിലർക്കെങ്കിലും അത് കാണാൻ നിങ്ങൾ 2x ഇട്ട് കണ്ടാൽ മതി കേട്ടോ എൻ്റെ വീഡിയോ. വേറൊന്നുമില്ല, അത്രയും സമയം നിങ്ങൾ കളയണ്ട. അപ്പം പിന്നെ എന്താ പറയുക, ഇനി വരുന്ന വർഷങ്ങൾ പിന്നെ എൻ്റെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എനിക്ക് അഡ്വൈസ് ആയോ അപ്പോയിൻമെൻ്റ് ആയോ എന്നൊക്കെ. അപ്പോൾ ഒരു കാര്യം പറയാം, അഡ്വൈസ് അപ്പോയിൻമെൻ്റ് ഒന്നും ആയിട്ടില്ല. എനിക്ക് ആഗ്രഹമാണ് ഒരു ജൂണിലെങ്കിലും കിട്ടണമെന്ന്. ഇപ്പം എൻ്റെ റാങ്ക് ഞാൻ വീണ്ടും പറയാം, എൻ്റെ റാങ്ക് 67 LDC കോട്ടയം. ഇത് വീണ്ടും പറയാൻ കാര്യം, ചില കുട്ടികൾ ഇപ്പോഴായിരിക്കുമല്ലോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ കാണും. അപ്പം അത്രയായിരുന്നു. എനിക്ക് PFA 116 റാങ്ക്. അത് പത്തനംതിട്ടയായിരുന്നു. അവിടെ എനിക്ക് അബദ്ധം പറ്റി, അവിടെ വേക്കൻസി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ കോട്ടയം മാറ്റി പിടിച്ചത്. പിന്നെ എൻ്റെ വീട് ഇവിടെ രണ്ടുമല്ല. എൻ്റെ സ്വന്തം വീട് കൊല്ലത്തും ഹസ്ബൻഡ് വീട് ആലപ്പുഴയാണ്. അപ്പം ഞാൻ ഈ കൊല്ലത്ത് കുറച്ച് ടൈറ്റായതുകൊണ്ട് കൊല്ലം വെച്ചില്ല. പിന്നെ ആലപ്പുഴയും കോട്ടയമായിട്ട് നമുക്ക് പോയി വരാനുള്ള ഡിസ്റ്റൻസൊക്കെ ഉള്ളൂ എന്നുള്ളതിൽ ഞാൻ കോട്ടയം വെച്ചു. വീണ്ടും സബ്ജക്റ്റിന് തെന്നിപ്പോയി, എന്താ പറഞ്ഞെന്ന് മറന്നു. അപ്പം നിങ്ങളെല്ലാവരും പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കുറേ പേര് മെയിൽ അയക്കുന്നു. അതിൽ ചില കുട്ടികൾ മെയിൽ അയക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. മൊബൈലിൽ പിന്നെ മെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ആവുമല്ലോ. പിന്നെ ഇൻസ്റ്റയിൽ കുറേ പേര് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ എനിക്ക് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചു. അതിലൊരു കുട്ടി മെസ്സേജ് അയച്ചപ്പോൾ എനിക്കൊന്ന് ഇത്തിരി ഞാൻ വോയിസ് അയച്ചപ്പോൾ ഇത്തിരി റഫായതെന്ന് എനിക്ക് അറിയത്തില്ല, പേരെനിക്ക് ഓർമ്മയില്ല. ചില സമയത്ത് നമുക്ക് ആക്ച്വലി ചില സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റ മെസ്സേജ് നമ്മൾ കാണത്തില്ല. അപ്പം ഒരു വട്ടം അയച്ചിരുന്നാൽ മതി, ഞാൻ കാണും. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ. അപ്പം എൻ്റെ വോയിസ് കുറച്ച് റഫ് വോയിസ് ആയെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഓർമ്മയില്ല ആരാന്ന്. പക്ഷെ ബാക്കി എല്ലാവരും അയച്ചപ്പോഴും എനിക്ക് റഫും തോന്നാൻ കാര്യം, ഞാൻ ആ വോയിസ് അയച്ചതിന് ശേഷം ആ കുട്ടി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നി ആ കൊച്ചു ചിലപ്പോൾ എന്തോ ഞാൻ പറഞ്ഞത് ഒന്നിൽ മനസ്സിലാവാതിരിക്കും. പക്ഷെ വേറെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. അവർക്കൊക്കെ ഞാൻ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് അവരുമായിട്ടൊക്കെ. അപ്പം ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ഞാൻ ചിലപ്പോൾ കാണത്തില്ല മെസ്സേജസേ. അപ്പോൾ എന്നെ ഒരു കുട്ടി ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്കും ഒന്നി കുഞ്ഞിനെ പഠിപ്പിക്കുകയായിരിക്കും അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ഫോൺ അങ്ങനെ അലൗഡ് അല്ല. അപ്പം അങ്ങനെ ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ VFA അതുപോലെ തന്നെ നമ്മുടെ LDC. അപ്പം ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് LDCക്ക് മുന്നേ ഉള്ള ഒരു ട്രയലാണ് ഇതൊക്കെ. അപ്പം ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഇത് നല്ലപോലെ, അതായത് പറ്റുന്ന നടക്കും മാക്സിമം നിങ്ങളുടെ റാങ്ക് ഫയൽ റിവൈസ് ചെയ്ത് നല്ലോണം പഠിച്ച് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന LDC ഈസി ആയിരിക്കും. ഇപ്പം പറയാൻ കാര്യം എൻ്റെ അനുഭവം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. കാരണം എനിക്ക് VFA സത്യം പറഞ്ഞാൽ എൻ്റെ കണക്ക് മെസ്സേജ് നമുക്ക് ആ സമയത്ത് VFAയുടെ എന്താ പറയുക ഇത് പത്തനംതിട്ട ജില്ലയിൽ എനിക്കത് മിക്ക ജില്ലയിലൊക്കെ അങ്ങനെ ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ജില്ലയിൽ എന്തായാലും ആദ്യം മെസ്സേജ് ആയിരുന്നു വന്നത്. മെസ്സേജ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് എനിക്ക് വരുന്നത്. ആ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒന്നും കിട്ടാതിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയോ കിട്ടാതിരിക്കുമെന്നല്ല, എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ആ മെയിൻ ലിസ്റ്റ്, അതായത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 100 ആൾക്കാരുടെ ലിസ്റ്റാണ് ഇട്ടത് പത്തനംതിട്ടയിൽ. അതിനകത്ത് ആ ഒരു മെയിൻ ലിസ്റ്റിൽ വരണേ എന്ന് മാത്രം അതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ VFA ഉടനെ കയറണമെന്നല്ല, ഫസ്റ്റ് പഠിച്ചിട്ട് ഫസ്റ്റ് എക്സാം. അപ്പോൾ അതിനകത്ത് എങ്ങനെയെങ്കിലും അതിൻ്റെ എന്താ പറയുക ആ മെയിൻ ലിസ്റ്റിൽ വരണേ. പിന്നെ അവസാനമായപ്പോൾ ഇവർ എനിക്കൊന്നും മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റൊക്കെ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ വെച്ചു ഓക്കെ മെയിൻ ലിസ്റ്റ്. ഇപ്പം ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് കട്ട് ഓഫിന് താഴെ ഉള്ളവർക്ക് വരുമെന്നേ.
അപ്പം പിന്നെ ടെൻഷനായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് സപ്ലിയിലെങ്കിലും ഒന്ന് വന്നാൽ മതി, ആ ഒരു അങ്ങനെ. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുമെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ മാർക്ക്. ഞാൻ എല്ലാവരോടും പറയാം, ഞാൻ എൻ്റെ മാർക്ക് കറക്റ്റായിട്ട് ഇന്നേ വരെ കൂട്ടിയിട്ടില്ല. ഞാൻ കൂട്ടിവെച്ച മാർക്ക് VFAയിലും തെറ്റായിരുന്നു. എൻ്റെ LDCയിൽ ഞാൻ കൂട്ടിവെച്ച മാർക്ക് ഞാൻ കൂട്ടിയത് കറക്റ്റായിരുന്നെങ്കിൽ എൻ്റെ റാങ്ക് എനിക്ക് തോന്നുന്നു ഒരു 200 ആയിപ്പോയേനെ. ഞാൻ അറ്റ്ലീസ്റ്റ് 150 ആയേനെ എൻ്റെ റാങ്ക്. പക്ഷേ ഞാൻ കൂട്ടിയതിനേക്കാൾ എനിക്ക് മാർക്ക് കൂടി. അതായത് എനിക്ക് തോന്നുന്നു ഒരു 1 പോയിന്റിൻ്റെ വ്യത്യാസം വന്നു. സത്യം 1.3 1.66 അങ്ങനെ എന്തോ വ്യത്യാസം വന്നു. അത് വ്യത്യാസം വരാൻ കാര്യം ഞാനൊരു ആൻസർ എന്താ പറയുക WTO എന്തോന്ന് തോന്നുന്നു, അതിൻ്റെ ആൻസറിന് എന്തോ ഒരു പ്രശ്നം പറ്റി. അപ്പം ഞാൻ തെറ്റായിട്ട് തന്നെ കൂട്ടി. അതെനിക്ക് ഓർമ്മയില്ല, അതിന് എന്തോ ഒരു സംഭവം പറ്റിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ മാർക്ക് അത് നെഗറ്റീവും ആയിട്ട് കൂട്ടി. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടത്തുമില്ല. പക്ഷേ എനിക്ക് ആ നെഗറ്റീവും പോയി, ആ മാർക്ക് കൂടെ തിരിച്ച് കിട്ടി. അങ്ങനെ എന്തോ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാർക്ക് ഞാൻ കൂടി. VFA എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്ന് മാർക്ക് കൂട്ടി ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ബബിൾ ചെയ്തില്ല. പക്ഷേ മീൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഓർമ്മ വെച്ചിട്ടൊക്കെ കൂട്ടി, അതും ശരിയായില്ല. അതുകൊണ്ട് എനിക്ക് രണ്ടിലും കൂട്ടിയൊന്നും വയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങോട്ട് പറയാൻ. എല്ലാവരും നല്ലപോലെ പഠിച്ച് LGSും VFAയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഒക്കെ എഴുതി ബിഫ്കോയും എല്ലാം എഴുതി സെറ്റാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനി വരുന്ന പുതിയൊരു വർഷം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ നിർത്തുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാത്ത കമൻറ്റ്സ് കുറവായിരിക്കും. ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ സെറ്റിങ്സ് മാറും, മനസ്സിലായോ? ചിലപ്പോൾ റീഡ് ചെയ്ത് അൺറീഡ് അങ്ങനെയൊക്കെ മാറിപ്പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് വീണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. എല്ലാവർക്കും ഇനി വരുന്ന വർഷങ്ങളിൽ നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടാനും ആഗ്രഹിക്കുന്ന പോലെ എക്സാം എഴുതാനും എല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.